4 വയസ്സുകാരനെ പുലി ആക്രമിച്ച തൃശൂർ മലക്കപ്പാറ വീരൻകുടിയിൽ പുലിഭീതി വിട്ടൊഴിയുന്നില്ല. ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചെയും പ്രദേശത്ത് പുലിയെത്തി. പ്രദേശവാസികളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കെത്തിയ ചാലക്കുടി തഹസിൽദാറുടെ കാർ കാട്ടാനെ ആക്രമിച്ചു. 4 വയസ്സുകാരനെ പുലി ആക്രമിച്ച മലക്കപ്പാറ വീരൻകുടി ഉന്നതിയിൽ പുലിഭീതി വിട്ടൊഴിയുന്നില്ല. ഇന്ന് പുലർച്ചെയും ഉന്നതിയിലെ കുടിലുകൾക്കകത്ത് ഉൾപ്പെടെ പുലി കയറി. പല കുടിലുകളിലും പുലിമാന്തിയ ലക്ഷണങ്ങളുണ്ട്. പ്രദേശത്ത് പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തി. ഇന്ന് രാത്രി ഇത് പുലി വന്നതാ. ഇത് കണ്ട തപ്പ വീട്ടിന്റെ പുലി കയറി. എല്ലാ വീട്ടിലും കയറിയിട്ടോട്ട് കഥവെല്ലാം തുറന്നു വിട്ട് എല്ലാ വീട്ടിലും പുലിയും കയറി. പോയി നോക്കിയിട്ട് എല്ലാവരും വന്നുണ്ടോ എന്താന്ന് സംഭവിക്കാന്ന്. ദൈവവാക്കിയും കൊണ്ടാണ് ഞങ്ങളെ പോർഷക്കാരും ഞങ്ങളുടെ പാർട്ടിക്കാരന്മാരും വന്ന് രാത്രി കൊണ്ടുപോയത്. അല്ലെങ്കിൽ എന്തെന്നൊക്കെ സംഭവിച്ചായിരുന്നു. ഇന്നലെ വൈകുന്നേരം പുലിയെ കണ്ടതോടെ ഉന്നതിയിലെ ആളുകളെ മലക്കപ്പാറയിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് രാത്രിയോടെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. വീരൻകുടി, അരേക്കാപ്പ് ഉന്നതികളിലെ 47 കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി സ്ഥലമടക്കം കണ്ടെത്തിയെങ്കിലും വനം വകുപ്പ് തടസ്സം നിൽക്കുകയായിരുന്നു. ഇതിനിടെ പ്രദേശവാസികളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കെത്തിയ ചാലക്കുടി തഹസിൽദാർ ജേക്കബിന്റെ വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണമുണ്ടായി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.